നമ്മളിതാ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അവിടെ താമരശ്ശേരി ചുരത്തിലെ ഹെയർ പിൻ വളവുകളുടെ നവീകരണ പ്രവർത്തിക്കിടെ നിയന്ത്രണം വിട്ട് 6ാം വളവിലെ താഴ്ചയിലേക്ക് പതിച്ച എക്സ്കവേറ്റർ ബുധനാഴ്ചയും ഉയർത്തിക്കയറ്റാനായിട്ടില്ല എന്നുള്ളതാണ്. ബേപ്പൂരിലെയും മഞ്ചേരിയിലെയും ഖലാസിമാരടങ്ങുന്ന സംഘം വാഹനങ്ങളും ഉപകരണങ്ങളുമായി ഇന്നലെ ചുരത്തിലെത്തിയെങ്കിലും ദൗത്യം ദുഷ്കരമാണെന്ന് കണ്ട് പിൻവാങ്ങുകയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ എക്സ്കവേറ്റർ എങ്ങനെ പുറത്തെത്തിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ഇപ്പോൾ PG അരുൺ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രവർത്തനങ്ങൾ നടക്കുക? എന്താണ് അവിടുത്തെ നിലവിലത്തെ സാഹചര്യം? ഗുഡ് മോർണിംഗ്. എന്തായാലും താമരശ്ശേരി ചുരത്തിലെ ഈ 6ാം വളവിൽ നിന്ന് താഴേക്ക് പതിച്ച മണ്ണുവാന്തി യന്ത്രം പുറത്തെത്തിക്കാനുള്ള ഖലാസിമാരുടെ ദൗത്യം ഇപ്പോൾ താൽക്കാലികമായി ഉപയോഗിച്ചിരിക്കുകയാണ്. കാരണം ഈ വലിയൊരു താഴ്ചയിലേക്കാണ് യന്ത്രം വീണിരിക്കുന്നത്. യന്ത്രം ഉയർത്താൻ ഇന്നലെ തന്നെ രാവിലെ ബേപ്പൂരിൽ നിന്ന് ഖലാസികളെത്തി. കൊക്കയിൽ നിന്ന് യന്ത്രം തലകീഴായി മറിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് ട്രെയിൻ ഇല്ലാതെ ഉയർത്തുന്നതിനുള്ള സ്ഥല സൗകര്യം കണ്ടെത്തിയതോടെയാണ് ഖലാസികൾ ദൗത്യം ഉപേക്ഷിച്ചത്. ഇപ്പോഴുള്ള ഈ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തണമെങ്കിൽ 300 ടൺ എങ്കിലും ഭാരം ഉയർത്താൻ കഴിയുന്ന ട്രെയിൻ വേണം. ഇത് കണ്ടെത്തുക എന്നുള്ളത് വിഷമകരമായ സാഹചര്യത്തിൽ ഈ മറ്റ് മെക്കാനിക്കുകളെ എത്തിച്ച് യന്ത്രഭാഗം അഴിച്ച് കൊക്കയിൽ നിന്ന് പുറത്തെത്തിക്കുന്നതും ഇപ്പോൾ അധികൃതരുടെ പരിഗണനയിലുണ്ട്. കാരണം ഈ തുറമുഖം വ്യക്തമാണ് അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ ഖലാസിമാർ അടങ്ങുന്ന സംഘം ഇന്നലെ എത്തിയെങ്കിലും ഇത് പുറത്തെത്തിക്കുവാനുള്ളത് പ്രായോഗികമായി നടപ്പിലാക്കുവാൻ സാധിച്ചില്ല. ആ ഒരു അവസരത്തിലാണ് ഇനി ഇത് പല ഭാഗങ്ങളായി പിരിച്ചോ അല്ലെങ്കിൽ മറ്റ് ക്രെയിനുകൾ എത്തിച്ചോ പുറത്തെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ പ്രവർത്തനം അവിടെ നിലച്ചിരിക്കുന്നു എന്ന വിവരമാണ് അരുൺ നമ്മളോട് പങ്കുവച്ചത്.